ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ വി ആർ അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഇന്നലെ ബിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വേട്ടക്കാർക്കൊപ്പമല്ല ഇരകൾക്കൊപ്പമാണ് പാർട്ടി എന്ന്. അങ്ങനെ അതായത് ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി പോലും ഇത്രയും ശക്തമായ നിലപാടെടുക്കുമ്പോൾ എന്തിനാണ് ബി ജെ പിയിൽ നിന്ന് പോയ ബി ജെ പി ടിക്കറ്റിൽ ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ ന്യായീകരിക്കുന്നത് മുകേഷിനെ? ആദ്യമേ തന്നെ ഒരു തിരുത്തുണ്ട്. ഞാൻ കോൺഗ്രസ് സഹയാത്രികനല്ല, KPCC നിയോഗിച്ച മീഡിയ പാനലിസ്റ്റ് ആണ്. ശരി. ഇവിടെ വളരെ ഒരു അൺഹോളി അലയൻസ് ആണ് നമ്മൾ കാണുന്നത്. BJPയുടെ ഒരു MP CPMന്റെ MLA ന്യായീകരിക്കുകയാണ്. അദ്ദേഹം വളരെ ക്ഷുഭിതനായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, അതുപോലെ അമ്മയുടെ ഓഫീസിൽ നിന്നിറങ്ങുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്, ലോക്സഭ MP ആണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇത് കേവലം ഒരു സിനിമ വിഷയമല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ബഹുജനങ്ങൾ മുഴുവൻ ഏതാനും ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, അതിൽ ഉന്നതരായ വ്യക്തികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അത്രമേൽ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ സുരേഷ് ഗോപി കാണിച്ചത് ധാർഷ്ട്യം എന്ന് പറയുന്നത് ഒരുതരം മാടമ്പി സംസ്കാരത്തിന്റെ പ്രതിഫലനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ഒരു നിലപാടും പറയാനില്ലേ എന്ന്. അവിടെ നിലപാട് പറയുന്നില്ല എന്ന് മാത്രമല്ല, ധാർഷ്ട്യം കൂടി കാണുകയാണ്. ധാർഷ്ട്യത്തിന്റെ പരകോടിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്താ, നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുകാരെ കുറിച്ചും അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമയിലെ കാര്യങ്ങൾ ചോദിക്കണം എന്നാണ് അദ്ദേഹം മറക്കുന്നത്. അദ്ദേഹം ഒരു മാടമ്പിയല്ല, അദ്ദേഹം ഒരു സിനിമയിലെ നായക കഥാപാത്രമല്ല. അദ്ദേഹം പഞ്ച് ഡയലോഗ് പറഞ്ഞ് പ്രതിയോഗികൾ നേരിടുന്നത് പോലെ ജനപ്രതിനിധിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ബാലപാഠം എഞ്ചുവടി സുരേഷ് ഗോപിയെ പഠിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നിർബന്ധിതമായ ഒരു സംശയമില്ല. അദ്ദേഹം MP ആണ്, തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമാണെന്നാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്താ? അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട്, അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വത്തോട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അവിടെ ഉള്ളപ്പോൾ, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളുള്ളപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ അനുമതി തരണം എന്ന് പറഞ്ഞ് അപേക്ഷ അയച്ച് കാത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓർമ്മിക്കേണ്ടത്, അദ്ദേഹം നിരന്തരം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ജനപ്രതിനിധിയാണെന്നാണ്. അത് മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നത് ഇതിനൊന്നും പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നാണ്. സുരേഷ് ഗോപി പ്രതികരിച്ചേ തീരൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും സെൻസിറ്റീവായ വിഷയം ഇത് വലിയൊരു സ്ത്രീകൾ നിരന്തരം ഒരു തൊഴിലിടത്തിൽ പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറഞ്ഞാൽ സിനിമയിലെ ആഭ്യന്തര കാര്യമല്ല, കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മാധ്യമങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്ത വിഷയമാണ്. സുരേഷ് ഗോപിയോട് പ്രതികരണം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ഇത്തരം മാടമ്പി ശൈലിയിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ ആ മാടമ്പി തരത്തെ തിരുത്താനുള്ള ബാധ്യത മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ബഹുജനങ്ങളുടേതാണ്. മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങളത് അറിയാൻ ആഗ്രഹിക്കുന്നു. പറയുന്നുണ്ടായിരുന്നു ഇത് മാധ്യമങ്ങളുടെ എന്തോ ഒരു പിഴയാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമ അദ്ദേഹം അടക്കം തൊഴിലെടുക്കുന്ന, അദ്ദേഹം ഇനിയും സിനിമ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം വരെ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്ന് ആവർത്തിച്ച് ഓരോ ദിവസവും പറയുന്നുണ്ട്. അപ്പം ആ സിനിമാ മേഖലയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രാഥമികമായ ബാധ്യത ആരോടാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംഘടനയോട് പോലും അല്ലല്ലോ. ഇന്ന് കെ സുരേന്ദ്രൻ വളരെ നിസ്സഹായമായി പറഞ്ഞത് എന്താ? അദ്ദേഹം കെ സുരേന്ദ്രൻ വല്ലാത്തൊരു ഗതികേടിലാണ്. കേരളത്തിലെ BJP വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് വേറെയാണ്, പക്ഷെ സിനിമാ നടൻ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. സിനിമാ നടനല്ല, അല്ലെങ്കിൽ ഡോക്ടറല്ല, അഭിഭാഷകനല്ല, ഏത് തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുന്ന ആളായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്. അതും പ്രത്യേകിച്ച് ഇതുപോലൊരു വിഷയത്തിൽ
അദ്ദേഹം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിച്ചേ മതിയാവൂ എന്ന് പറയേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും സുരേഷ് ഗോപി എന്തിനാണ് ഇത്ര ക്ഷുഭിതനാവുന്നത്? മുകേഷ് എന്ന് പറയുന്നത് CPM-ന്റെ MLA. അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ സുരേഷ് ഗോപി രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം സുരേഷ് ഗോപിക്കും ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചും ഇതിനോടൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നേ. ഈ സിനിമാ രംഗത്തു നിന്ന് തന്നെ പല ആളുകളും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പറയുന്ന സ്ത്രീ പീഡകരുടെ ഒരു വിശാല സഖ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധിയായി ബ്രാൻഡ് അംബാസഡറായി സുരേഷ് ഗോപി സംസാരിക്കുന്നത്. BJPക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. BJPയുടെ പ്രതിനിധിയാണ് വിശദീകരിക്കേണ്ടത്. കേരളത്തിൽ എത്ര നാരിസ്തു പൂജന്റെ തത്ര രമന്ത ദേവത എന്നൊക്കെ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലേ. ഒരു വളരെ സ്ത്രീകളുടെ ഒരു മനുഷ്യച്ചങ്ങല പോലെ ഇവിടെ പീഡനങ്ങളുടെ ഒരു വലിയ ചങ്ങല ഉണ്ടായിട്ട് BJPയുടെ കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഏറ്റവും വലിയ ജനപ്രതിനിധി മന്ത്രിയായിട്ടുള്ള ആൾ ഇവിടെ പറയുന്നതിന് അനുകൂലമായിട്ടാണ്. എന്തിനാണ് CPM MLA-ക്ക് വേണ്ടി സുരേഷ് ഗോപി സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട പ്രാഥമികമായ ബാധ്യത BJPക്കാണ്, BJPയുടെ പ്രതിനിധിക്കാണ്. അദ്ദേഹം പറയട്ടെ.